ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ റവ കേക്ക് പോലെ ഇരിക്കെങ്കിലും അത് ഉണ്ടാക്കുന്ന രീതിയിലായാലും ടേസ്റ്റിലായാലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. പിന്നെ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത, ഇത് മാവ് കുഴച്ചെടുക്കുക പരത്തെടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കലക്കിയെടുത്തിട്ട് ചുട്ടെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 4 ഏലക്കായ പിന്നെ ചെറിയൊരു കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഞാനൊരു 1/2 കപ്പും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ റവയാണ്. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടിച്ചെടുത്ത ഈ ഒരു മിക്സിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ മിക്സിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ നമ്മുടെ അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ കൂടി പോവരുതിട്ട്, വളരെ കുറച്ച് മാത്രം മതിയാവും. കൂടിപ്പോയാൽ കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ കൂടുതൽ ഒരുപാട് പുളിയുള്ള തൈരും ആവരുത്, എന്നാൽ തീരെ പുളിയില്ലാത്ത തൈര് ആവരുത്. അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ ഉപ്പും ബേക്കിംഗ് സോഡയും തൈരൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ഒന്നിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മിക്സാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ മിക്സാക്കി എടുക്കുകയും ചെയ്യാം. ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് ഭയങ്കരമായിട്ട് കട്ടിയായി പോവുകയും ചെയ്യരുത്. കുറച്ചൊരു കട്ടിക്ക് തന്നെയാണ് മാവ് ഉണ്ടായിരിക്കുക. റവ ഒക്കെ ചേർത്ത കാരണം മാവ് ചെറുതായിട്ട് തരിതരിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്തിട്ട് കുറുക്കിയെടുത്താലും മതി. ഇനി ഇത് അടച്ച് വെച്ച് 15-30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ഷേപ്പൊക്കെ ഉണ്ടാവുക. സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നുള്ളി ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ വലിയ ബോൾസാക്കി ഇട്ട് കൊടുക്കരുത്, കാരണം വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കളറൊക്കെ മാറി ക്രിസ്പി ആയിട്ട് കിട്ടും, പക്ഷേ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ താഴ്ഭാഗം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ രണ്ടാമതായിട്ട് ഇടുന്ന സമയത്ത് എണ്ണയിൽ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം രണ്ടാമതായിട്ട് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ആ ഒരു തരികൾ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് പിന്നീട് ഇടുന്നതിൻ്റെ മുകളിലായിട്ടൊക്കെ പറ്റി പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പുറം ഭാഗത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടും ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പുറം ഭാഗം അത്ര ക്രിസ്പി ആയിട്ടുണ്ടാവില്ല. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.